പുച്ഛന്മാരും ഊളകളും താൻ തോന്നികളും അതിലുപരി തങ്ങൾ എന്തൊക്കെയോ വലിയ സംഭവമാണെന്ന് ധരിച്ചു വെച്ച് ആളുകളുടെ ഇടയിൽ അനാവശ്യമായ ശ്രദ്ധ കുപ്രസിദ്ധിയിലൂടെ നേടിയെടുക്കുന്ന രണ്ട് സൈക്കോകളെ കുറിച്ചാണ് നമ്മൾ പറയുവാനായിട്ട് പോകുന്നത്. ഒന്ന്, നിങ്ങളെല്ലാവരും അറിയുമായിരിക്കും, സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണൻ. രണ്ടാമത്തത് അലിൻ ജോസ് പെരേര. അപ്പോൾ ഇവർ രണ്ടുപേരും അനാവശ്യമായ രീതിയിൽ, അതായത് ഒരു ഫിലിം റിവ്യൂ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാം, മാന്യമായ രീതിയിൽ പറയാം. പക്ഷേ അതിനുപരിയായിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ പ്രാന്തുകൾ പറഞ്ഞ് കുറച്ച് ആളുകളെയൊക്കെ കൂട്ടി തങ്ങളൊക്കെ സാധാരണക്കാരെ പരമപുച്ഛമാണെന്ന് പറയുന്ന, എന്നാൽ എവിടെയെങ്കിലുമൊക്കെ സിനിമാ നടികളായ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരെയും ഞാൻ കിട്ടിക്കളാവേ, എനിക്ക് ഭയങ്കര പ്രേമമാണ്, എനിക്ക് പെണ്ണായാൽ മതി എന്നുള്ള രീതിയിൽ ഈ സിനിമാ താരങ്ങളുടെയൊക്കെ പുറകെ നടന്ന ഒരു തരം സൈക്കോളാന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരുന്ന നമ്മുടെ ആറാട്ടണ്ണനും പെരേരയും കൂടെ ഷോർട്ട് ഫിലിമിൻ്റെ മറവിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ഇതിനെക്കുറിച്ചുള്ള കേസും കുറേ വീഡിയോകളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി ചെയ്യേണ്ട കാര്യം എത്രയും പെട്ടെന്ന് അവളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ലൈംഗികമായിട്ട് ദുരുപയോഗിച്ചു എന്ന് ആ പെൺകുട്ടി പറയുന്നത് മാധ്യമങ്ങളോടല്ല പറയേണ്ടത്, എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ആ പോലീസിൽ കേസ് കൊടുക്കുക എന്നുള്ള കാര്യമാണ്. ആ പെൺകുട്ടിയുടെ അഭിപ്രായത്തിൽ ഷോർട്ട് ഫിലിമിൻ്റെ മറവിൽ തന്നെയും പലയിടത്ത് കൊണ്ടുപോവുകയും ശരീരഭാഗങ്ങളിൽ അനാവശ്യമായിട്ട് സ്പർശിച്ചിട്ടുണ്ട്, തങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവൾ പറയുന്നത്. അവൾ ആദ്യമേ അലിൻ പെരേരയുടെ പേര് പറഞ്ഞിട്ട് പിന്നീട് അവൾ പറയുന്നുണ്ട് ആറാട്ട് അണ്ണനും തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂട്ടുകാരനായ അലിൻ ജോസ് പെരേരയ്ക്കെതിരെ ആദ്യമായിട്ട് അവൻ ആ പെണ്ണിനെ ഓറൽ സെക്സ് ചെയ്തിട്ടുണ്ട്, ഫ്രഞ്ച് കിസ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ മാധ്യമങ്ങളോട് പറഞ്ഞത് അടുത്ത സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നതെല്ലാം തെറ്റാണെന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. രണ്ടുപേരുടെയും സ്വഭാവത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്ത അരപ്പിരി പിടിച്ച പ്രാന്തന്മാരാണ്. പിന്നെ യുവമാരുടെയൊക്കെ ഒപ്പം പോയി ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനാണെന്ന് പറഞ്ഞ് ചെന്ന് ചാടിയ അവളുടെ വിവരക്കേടിനെ കുറിച്ചും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും ഊളകളുടെ കൂട്ടത്തിൽ പോയി ഷോർട്ട് ഫിലിമിന് ഇറങ്ങുക, അവരുടെ തോന്നിയാസനെല്ലാം നിന്ന് കൊടുക്കുമ്പോൾ തന്നെ വിവാഹം കഴിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണോ ഈ പെൺകുട്ടി നിന്ന് കൊടുത്തതെന്ന് ചിന്തിക്കണം. മാത്രമല്ല അല്പമെങ്കിലും ബുദ്ധി സാമർഥ്യമുള്ള പെണ്ണുങ്ങളൊക്കെ പബ്ലിക്കായിട്ട് അവരെന്നെ മിസ്യൂസ് ചെയ്തെന്നും ഈ പൊട്ട യൂട്യൂബ് ചാനലുകളോട് പറയത്തില്ല. അവർ നേരെ കേസിൻ്റെ വഴിക്കേ പോകത്തുള്ളൂ. അപ്പം തന്നെ കല്യാണം കഴിക്കണം, ഇല്ല പണി വാങ്ങുമെന്നാണ് അവൾ ഭീഷണിപ്പെടുത്തിയേക്കുന്നത്. ഏതാണെങ്കിലും രണ്ടുപേരുടെ കരച്ചിലായി വീഴ്ചിലായി പൊറോട്ട നാടകങ്ങളൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബിൽ നടത്തിക്കൊണ്ടിരിക്കുക. ആറാട്ട് അണ്ണനോട് അടുത്ത കാലത്ത് ഏതൊരു അവതാരി ചോദിച്ചു, നിങ്ങൾ വെർജിൻ ആണോ എന്ന്. എന്തായാലും അവൻ പറഞ്ഞു ഭാഗ്യത്തിന് ഞാൻ കന്യകനേ അല്ല, വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കന്യകനല്ല എന്നൊരു കാര്യം അവൻ സത്യസന്ധമായിട്ട് പറഞ്ഞു. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബേഴ്സ് എന്നുള്ളത് വലിയ സംഭവമൊന്നുമല്ല. അപ്പം അലിൻ ജോസ് പറയുന്നത് എനിക്ക് സാധാരണക്കാരെ പുച്ഛമാണ്, ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്ന സിനിമയിൽ അവസരം നേടാനാണ്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. നേരാ, ഇവനെ പോലെയുള്ള തൊപ്പിയെ പോലെയുള്ള യാതൊരു നിലവാരവുമില്ലാത്ത ഊളകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേരുണ്ട്. അതുകൊണ്ടാണ് ഇവരൊക്കെ വളർന്നു പോണേ. അപ്പോൾ ഈ 10 സബ്സ്ക്രൈബർ കിട്ടിക്കഴിയുമ്പോൾ ഇല്ലെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിക്കുമ്പോഴത്തേക്കും പലരുടെ ഒരു ധാരണ അവരെന്തോ വലിയ സംഭവമാണ്, അവർ കാണിച്ചു കൂട്ടുന്ന എല്ലാ ഓഡിയൻസ് ഇങ്ങ് സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് വെറും തെറ്റിദ്ധാരണയാണ്. എന്തായാലും യോഗമുണ്ടെങ്കിൽ ഈ രണ്ട് പ്രാന്തന്മാരുടെ കാര്യത്തിലൊരു പെണ്ണ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു തീരുമാനത്തിലേക്ക് വരും. അപ്പോൾ അവൻ പറയുന്നത് ഒരു പെണ്ണിനെ മിസ്യൂസ് ചെയ്ത സമയത്ത് അവന് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അവൻ പറയുന്നത് ഞാൻ ചെറുപ്പക്കാരനാണ്, എനിക്ക് പ്രായം കുറവാണ്, എനിക്ക് 39 വയസ്സുള്ള കിളവീനെയാണ് കല്യാണം കഴിക്കേണ്ടത്, അവൾക്ക് എന്നൊക്കെ തടിയുണ്ട്, ബോഡി ഷേമിങ്ങാണ്. ഇവനെന്ത് വെച്ചാൽ എന്ത് സുന്ദരനാണ്, അവനെ കണ്ടു കഴിഞ്ഞാലാണ് സത്യത്തിൽ ആ പെണ്ണിനേക്കാൾ വിരൂപനാണ് ഈ പറയുന്ന അലിൻ ജോസ്. ആ പെണ്ണിന് അറ്റ്ലീസ്റ്റ് ബോധമുണ്ട്, അതിൻ്റെ മുഖമൊക്കെ കണ്ടാൽ അത്യാവശ്യം വൃത്തിയുണ്ട്. ഭൂമിയിൽ ഒരു പെണ്ണും ഈ പ്രാന്തനൊന്നിൻ്റെ കൂടുതൽ ജീവിക്കാൻ തയ്യാറാവത്തില്ല, അത്രയ്ക്ക് വിവരക്കേട് കാണിക്കുന്നുണ്ട്. എന്നിട്ടാണ് അവൻ പറയുന്നത് ആ പെണ്ണിന് എന്നൊക്കെ പ്രായമുണ്ട്, തടിയാണ്, ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, അവളെന്നെ പലതവണയും പീഡിപ്പിക്കാൻ ശ്രമിച്ചു, എന്നെ പ്രലോഭനത്തിൽപ്പെടുത്താൻ ശ്രമിച്ചു, ഞാൻ വീണില്ല. ആ ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് അവൾ എന്നെ ബൈക്കിൽ നിന്ന്
ശരീരത്ത് കടന്നു പിടിച്ചിട്ടുണ്ട്. ഞാൻ മൂത്രം ഒഴിക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുന്ന ശീലമുണ്ട് ബൈക്കിൽ പോകുമ്പോൾ. ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ നിർത്തുമ്പോൾ അവൾ എൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കി എന്നാ. തലേദിവസം പീഡിപ്പിച്ച സാധനത്തെ പിറ്റേ ദിവസം നോക്കിയതാണ് തെറ്റ്. അല്ല, തലേദിവസം കണ്ടു ആ പെണ്ണ് പറയുന്ന രീതിയിലും ആറാട്ടെണ്ണം പറയുന്നതും അവർ തമ്മിൽ മറ്റു ബന്ധങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തലേ രാത്രി കണ്ട സാധനം പകൽ വെളിച്ചത്തിൽ നിന്ന് കണ്ടത് എത്ര വലിയ തെറ്റാണോ? പറയുന്നവർ അന്തസ് വേണ്ടേ? ഒന്നിനും അന്തസ്സില്ല. ഇങ്ങനെ യൂട്യൂബ്, ഷോർട്ട് ഫിലിം, ഇതിൻ്റെയൊക്കെ മറവിൽ പെണ്ണുങ്ങളെ പിടിക്കുക, മിസ്യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ കുറേ അലവലാദികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അപ്പുറത്തോട്ടെ യൂട്യൂബേഴ്സിൽ വീഡിയോ ഇടുന്നവരാ, ഞാനും നിങ്ങളും ഉൾപ്പെടെ, ഇല്ലെങ്കിൽ ആരൊക്കെ ചെയ്താലും യൂട്യൂബിൽ കാണുന്നത് നിങ്ങളൊക്കെ ആ ഒരു വ്യക്തിയുടെ നല്ല മുഖം മാത്രമായിരിക്കും. യഥാർത്ഥ ജീവിതത്തിലൊക്കെ വെറും തെണ്ടികളും ചെറ്റകളും ഒക്കെ ആയിരിക്കും. അതൊക്കെ കൃത്യമായിട്ട് ആളെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇടപെടാൻ. അല്ലാതെ ആരാധന മൂത്ത് യൂട്യൂബിൽ 10 വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് എടുത്തിയോട് കൂടി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പിടിപ്പിക്കപ്പെടുകയും ചെയ്യും. അത് പെണ്ണുങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷേ എന്തായാലും ഈ 2 എണ്ണത്തിൻ്റെ ചാനലിൻ്റെ കീഴെ വന്ന കമൻറ്റൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ മറവിലെങ്കിലും 2നെയും പിടിച്ചൊന്ന് അകത്തോട്ട് ഇട്ടായിരുന്നെങ്കിൽ കേരളത്തിൽ ഇച്ചിരി സമാധാനം കിട്ടിയേനെ എൻ്റെ ദൈവമേ എന്ന് ആശ്വസിക്കുന്ന സാധാരണക്കാരായ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ അലിൻ പെരേരയുടെ ചാനലൊക്കെ ഞാൻ ഇന്നാണ് എടുത്ത് നോക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കുറേ ഭ്രാന്ത്. അതിനപ്പുറത്തേക്ക് ഒരു ഇൻഫോർമേറ്റീവോ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, ആ പെണ്ണിനെ പീഡിപ്പിച്ചത് ശരിയാണ് എങ്കിൽ അവൾ കൊണ്ടുപോയി കേസ് കൊടുക്കുക തന്നെ വേണം. ഇവർ അതിന് നഷ്ടപരിഹാരം കൊടുക്കുമോ, കോംപ്രമൈസ് എത്തുമോ, അവളെ വിവാഹം കഴിക്കുമോ? ഇരുളിൻ്റെ മറവിൽ ഒരു പെണ്ണിൻ്റെ ശരീരം ആസ്വദിക്കുമ്പോൾ അവൾക്കോ തടി ഈ പ്രശ്നമല്ല, സൗന്ദര്യം പ്രശ്നമല്ല, പ്രായം കൂടുതൽ പ്രശ്നമല്ല, സ്വഭാവം പ്രശ്നമല്ല. പിന്നെ ചുമ്മാ ഒരു പെണ്ണിനെ ലൈംഗിക പരീക്ഷണ വസ്തുവായിട്ട് ഉപയോഗിച്ചതിന് ശേഷം ചുമ്മാ അങ്ങ് കടന്നു പോകാം. ഷോർട്ട് ഫിലിമിൽ വാങ്ങിയ പൈസ ഫിലിമിൽ അഭിനയിക്കുന്നതിനാണ് പൈസ വാങ്ങുന്നത്, അല്ലാതെ കൂടെ കിടക്കുന്നതിനല്ല. അപ്പോൾ എന്തായാലും നക്കാപ്പിച്ച വേണമെങ്കിൽ 10,000 കൂടെ കൂടുതൽ കൊടുത്ത് ഇതങ്ങ് സെറ്റിൽ ചെയ്യാം. അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിന് അഭിനയിക്കാൻ വരുന്ന പെണ്ണുങ്ങൾ ഒക്കെ എല്ലാം ഇങ്ങനെ കൊടുക്കണം എന്നൊക്കെയാണ് ഇവന്മാർ ധരിച്ച് വെച്ചേക്കുന്നത്. എന്തായാലും ഇത് നല്ലൊരു ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത്തരത്തിലല്ല യൂട്യൂബേഴ്സ് തെമ്മാടിത്തരം കാണിക്കുന്ന എല്ലാവർക്കും എതിരെ അത്യാവശ്യത്തിന് കേസുകളൊക്കെ നിരനിരയായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇതിൽ നിന്ന് ആളുകൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. എന്തായാലും ഈ 2 എണ്ണത്തിൻ്റെ ശല്യം ഒരു കേസിൽ പെട്ടിട്ടാണെങ്കിലും നാട്ടിൽ നിന്ന് ഒഴിവായി കിട്ടാൻ കുറേ സാധാരണക്കാർ മനുഷ്യർക്ക് സമാധാനം ഉണ്ടാവും. കാരണം കാണിക്കുന്ന ഭ്രാന്തികൾ അതാണ്. സത്യത്തിൽ സഹതാപമാണ് തോന്നുന്നത്. ഇപ്പോൾ അവൻ വന്നിരുന്ന ഓരോ ദിവസം വിളമ്പുന്നുണ്ട്, കരച്ചിലുകൾ കരയുന്നുണ്ട്. അപ്പോൾ വേണ്ടുന്നവർക്കൊക്കെ കയറി ഒരു പുതിയ ന്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. പെണ്ണിനെ ഓറൽ സെക്സ് ചെയ്തു, അവിടെ പീഡിപ്പിച്ചു. പെണ്ണ് പറയുന്നുണ്ട് എന്നെ കെട്ടിപ്പിടിക്കുന്നതിൻ്റെ മറവിൽ അവിടെ പിടിച്ചിട്ടുണ്ട്, ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഏതായാലും കൊള്ളാം, വളരെ മനോഹരമായിരിക്കുന്നു. എന്തായാലും ഇങ്ങനത്തെ ഊളകൾ ആണുങ്ങളോട് ഇടപെടുന്ന പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം. എന്തായാലും അലിൻ പെരേരയ്ക്കും ആറാട്ടനും കൂടെ പെണ്ണ് കാണാതെ കിടക്കുന്ന 2 അലവരാധികൾക്ക് എവിടുന്നോ ഒരു പെണ്ണിനെ കിട്ടിയത് അവന്മാരുടെ ഭ്രാന്തി സ്ത്രീ തീർത്തും തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ അഭിനയത്തിൻ്റെ മറവിൽ കുറേ അവിടെ കൊണ്ടു നടക്കുന്നു, എടുക്കുന്നു, അവളെ എടുത്തു പൊക്കുന്നു, വികാര പരവശരായിട്ട് ഉമ്മ വയ്ക്കുന്നു. ഇങ്ങനത്തെയുള്ള കുറേ സീനുകളൊക്കെ പ്രചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ കാമഭ്രാന്ത് തീർത്ത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മാന്യമായിട്ട് ഉള്ള രീതിയിൽ ഇവരുടെ പേരിൽ കേസ് കൊടുത്ത് പെണ്ണിന് അർഹതപ്പെട്ട നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയൊരു വിഷയക്കായിട്ട് ആശംസിക്കാം അല്ലേ? പ്രാർത്ഥനയൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രാർത്ഥനയല്ലല്ലോ വേണ്ടേ, ആശംസയാണ്. ആ പെണ്ണിന് കേസ് കൊടുക്കാനുള്ള ഒരു ധൈര്യം ലഭിക്കട്ടെ. അല്ലാതെ കണ്ട ചളുക്ക് യൂട്യൂബുകാരുടെ മുന്നിൽ കൂടെ ചെന്നിട്ട് കരഞ്ഞു വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവട്ടെ.